പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വിജിലൻസ് റെയ്ഡിൽ IOC DGM അലക്സ് മാത്യുവിന്റെ വീട്ടിൽ നിന്ന് നിക്ഷേപ രേഖകൾ പിടിച്ചെടുത്തു. 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് രേഖകളാണ് പിടിച്ചെടുത്തത്. 7 വിദേശ ലിറ്റർ വിദേശ മദ്യവും വീട്ടിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. സജോ ദേവസ്യ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, ഇപ്പോൾ അദ്ദേഹം ഇന്നലെ സഞ്ചരിച്ച കാറിൽ നിന്ന് 1 ലക്ഷം രൂപ പിടികൂടിയിരുന്നു. ഇപ്പോൾ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ നടത്തിയ അന്വേഷണത്തിലും നിക്ഷേപ രേഖകളൊക്കെ പിടികൂടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്താണ് ഈ അന്വേഷണത്തിൽ, വീട്ടിലെ അന്വേഷണത്തിൽ വിജിലൻസ് സംഘം കണ്ടെത്തിയത്? ഡോക്ടർ അരുൺ, ഇക്കാര്യത്തിൽ ഈ കൈക്കൂലി കേസിന് വിപുലമായ തലങ്ങളുണ്ട് എന്നതാണ് വിജിലൻസിന്റെ ഇപ്പോഴത്തെ സംശയവും പ്രാഥമിക നിഗമനവും. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ പരിശോധനകൾ തുടരുന്നത്. വീട്ടിലെ റെയ്ഡ് IOC DGM അലക്സ് മാത്യുവിന്റെ കൊച്ചി ചിലവന്നൂരിലെ വീട്ടിൽ പുലർച്ചെ വരെ റെയ്ഡ് നടത്തിയിരുന്നു. അതിൽ നിന്ന് ഇതിനകം നേരത്തെയും സമാനമായി ഈ പരാതിക്കാരൻ തന്നെ ആരോപണം ഉന്നയിച്ചതുപോലെ മറ്റു പലരിൽ നിന്നും സമാനമായ രീതിയിൽ കൈക്കൂലി മുൻകാലങ്ങളിലും കൈപ്പറ്റിയിട്ടുണ്ട്. ചെറിയ തുകയായും വലിയ തുകയായും ഒക്കെ എന്താണ് അതിൽ പരാതിയായും വന്നിട്ടില്ല. പലരും അതിന് സന്നദ്ധരായിരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടന്നു വന്നു. ഇതിൽ സംശയിക്കുന്ന തരത്തിലുള്ള സംശയം തോന്നുന്ന രേഖകളൊക്കെ പിടിച്ചെടുക്കുക എന്നതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കുറച്ച് പണവും ഒപ്പം 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് രേഖകളാണ് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തുവെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു വലിയ തുക ഈ ഘട്ടത്തിൽ പരിഗണിക്കാനൊന്നും കഴിയില്ലെങ്കിൽ കൂടിയും അതിൻ്റെ വിശദമായ പരിശോധനയിലേക്ക്, അതായത് അനധികൃത സ്വത്ത് സമ്പാദന സാധ്യത, മറ്റ് നിക്ഷേപങ്ങൾ, പണമിടപാടുകൾ, മറ്റ് ഭൂമി ഇടപാടുകളുടെയൊക്കെ രേഖകൾ കണ്ടെത്തുകയും പരിശോധന നടത്തുകയും ചെയ്യുക സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നതാണ്. മറ്റൊന്ന്, 7 ലിറ്റർ വിദേശ നിർമ്മിത മദ്യം കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അതായത് ഒരു സംശയം എന്ന നിലയ്ക്ക് നേരത്തെ ഉന്നയിക്കപ്പെട്ടുള്ള ഒരു ആരോപണമാണ്. അതായത് മദ്യമടക്കം പലരിൽ നിന്നായി കൈക്കൂലിയുടെ സ്വഭാവത്തിൽ കൈപ്പറ്റിയിരുന്നു എന്നൊരു സംശയവും പരാതിയും ഉണ്ടായിരുന്നു. ഏതായാലും ഈ പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടു ഈ വിദേശ മദ്യം കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് എന്നതാണ്. അതുകൂടാതെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൂടിയുണ്ട്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. സംസ്ഥാന വിജിലൻസിൻ്റെ പരിശോധനയും റെയ്ഡും ഒക്കെയാണ്, അപ്രതീക്ഷിത ഇടപെടലും ഒക്കെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. അങ്ങനെ വരുമ്പോൾ നേരത്തെ തന്നെ വിജിലൻസ് വിശദീകരിക്കുന്ന ഒരു കാര്യം, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കലും മറ്റും നടത്തിയിരുന്നു. അതിൻ്റെ കൂടി തുടർച്ചയായാണ് ഈ പരിശോധനയും അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ പോയതെന്നാണ്. ഒപ്പം ഇതിന് മറ്റാളുകളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ, അങ്ങനെ ഒരു സംഘം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ടോ, ഇദ്ദേഹം നടത്തിയ യാത്രകൾ പോലും കൗതുക സ്വഭാവത്തിലുള്ളതല്ലെങ്കിൽ അമ്പരപ്പിക്കുന്നതാണ്. അത് കൈപ്പറ്റാൻ നടത്തിയ യാത്ര, മറ്റ് ചിലയിടങ്ങളിൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, പരാതിക്കാരൻ തന്നെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം, അതിൽ പക്ഷേ മറ്റു പരാതികൾ ഉയർന്നിട്ടില്ല. അങ്ങനെ ഉള്ള ആളുകളിൽ നിന്ന് സ്ഥിരമായി, അതായത് ഈ കസ്റ്റമർമാരെ മാറ്റിക്കൊടുക്കും, അവരെ ട്രാൻസ്ഫർ ചെയ്യും, മറ്റ് ഏജൻസികൾക്ക് കൊടുക്കും എന്നൊക്കെയുള്ള ഭീഷണിയാണ്. അങ്ങനെ പല സാധ്യതകളും അവർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഈ സംരംഭകരെ, ഈ ചെറുകിട സംരംഭകർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ആളുകളെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയും, ഭീഷണിക്ക് വിധേയപ്പെടുത്താനൊക്കെ അവർക്ക് കഴിയും. അത്തരം സാധ്യതയാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദമായ തലങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് പരമാവധി രേഖകൾ പരിശോധിക്കുക, ഈ മദ്യം പിടിച്ചെടുത്തതിനെ തുടർന്നുള്ള സംശയങ്ങളും ഒക്കെ പരിശോധന വിധേയമാക്കുക എന്നതാണ് ഇപ്പോഴത്തെ വിജിലൻസ്. സജോ, ഒരു പ്രേക്ഷക പറയുന്നത്, അമേയ ഇന്നലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്ന് ഓർത്തില്ല എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ 2 ലക്ഷം രൂപ വാങ്ങാനായിട്ട് കാറൊക്കെ ഓടിച്ചു പോകുമ്പോഴൊന്നും ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഈ കൈയോടെ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോഴാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതും. 7 ലിറ്റർ വിദേശമദ്യമൊക്കെയാണ്. അത് വില കൂടിയ വിദേശമദ്യമൊക്കെ ആയിരിക്കും അല്ലേ? അരുൺകുമാർ, ഈ അറസ്റ്റിലാകുമ്പോൾ നെഞ്ചുവേദന, നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ നെഞ്ചുവേദന ഒരു പകർച്ചവ്യാധിയാണോ എന്ന് സംശയമുണ്ട്. അത്തരം നിരവധി സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. വില കൂടിയ വിദേശ നിർമ്മിത, അതായത് ഇറക്കുമതി ചെയ്യുന്ന മദ്യം, വിദേശ മദ്യം എന്ന് സാധാരണഗതിയിൽ നമ്മൾ മദ്യത്തെ വിളിക്കാറുണ്ട്. അതിൽ അങ്ങനെ ഒരു പ്രയോഗം തന്നെ വന്നതിനെക്കുറിച്ച് പല ചർച്ചകളും ഉണ്ടല്ലോ. പക്ഷേ ഇത് ഇറക്കുമതി ചെയ്യപ്പെട്ട് നടക്കുക, അതായത് വില കൂടിയ വിദേശ മദ്യമാണ് 7 ലിറ്റർ പിടികൂടിയിട്ടുള്ളത്. അത് കൂടിയ അളവിലുള്ളതാണ്. ഇപ്പോൾ പരിശോധനയുടെ ഭാഗമായി അവർ അത് പിടിച്ചെടുത്തു. വിജിലൻസിന്റെ മറ്റ് തുടർ പരിശോധനകൾ, രേഖകളൊക്കെ പിടിച്ചെടുക്കുന്ന കൂട്ടത്തിലാണ്. കുറച്ച് പണവും സൂക്ഷിച്ചിരുന്ന കുറച്ച് പണവും പിടിച്ചെടുത്തിട്ടുണ്ട്. പരിശോധനകളുടെയും അന്വേഷണത്തിന്റെയും ഭാഗമാണ്. ക്യൂ നിന്ന് വാങ്ങിയ വിദേശ നിർമ്മിത മദ്യമല്ല, ഇറക്കുമതി ചെയ്ത, ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന വിദേശ മദ്യമാണ് വീട്ടിലിരിക്കുന്നത് അല്ലേ? കൊള്ളാവുന്ന പല ആളുകളുടെ കയ്യിൽ നിന്നും ഇത്തരം കൈപ്പറ്റിയിട്ടുണ്ടാകാം. അത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ഏതായാലും സ്ഥിരീകരിച്ച വിവരമില്ല. പക്ഷേ ഉദ്യോഗസ്ഥരിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം വില കൂടിയ വിദേശ മദ്യമാണ്, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് അടക്കമുള്ളതുണ്ട്. അതായത് പ്രീതിപ്പെടുത്തുക എന്ന സാധ്യത പ്രയോജനപ്പെടുത്തി ഇങ്ങനെ ആരെങ്കിലും നൽകിയിട്ടുണ്ടോ? അക്കാര്യത്തിൽ സ്ഥിരീകരിച്ച വിവരമൊന്നും വിജിലൻസ് ഇപ്പോൾ പങ്കുവച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു സാധ്യതയാണ് വിജിലൻസ് ഒരു സംശയം എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടിയുള്ള പരിശോധന ഉണ്ടാകണം. ഈ നിലയ്ക്ക് ഉണ്ടോ, ഇങ്ങനെ മദ്യവും മറ്റുമൊക്കെ കൈപ്പറ്റാറുണ്ടോ, മറ്റു പലയിടങ്ങളിലും അത്തരം സംശയങ്ങൾ വിജിലൻസ് പലപ്പോഴും പല അന്വേഷണത്തിൻ്റെയും ഭാഗമായി പലപ്പോഴും വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയാറുണ്ട്.
അസമാനമായ സാധ്യത ഇതിലുണ്ടോ എന്നാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. 7 ലിറ്റർ വിദേശ മദ്യമാണ് വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. അപ്പോൾ പണം മാത്രം പോരാ, പുള്ളിക്ക് മറ്റു ചില വില കൂടി വിദേശ മദ്യങ്ങൾ കൂടി ഉണ്ടെങ്കിലേ ഇറങ്ങത്തുള്ളൂ. അതാണ് അവസ്ഥ. നമുക്ക്